ഇതിനിടയ്ക്ക് അയാവിന്റെയും ഹേസസിന്റെയും വിവാഹം കഴിഞ്ഞ് അവരുടെ വിരുന്ന് നടക്കുകയാണ്. ലിംബുയി ഷാവ്ഷങ്ങിനെയും കുട്ടി ആ വിരുന്നിലേക്ക് പോവുകയാണ്. അവിടെ എത്തി നോക്കുമ്പോൾ ലിംബുയി ഷാവ്ഷങ്ങിനെ പ്രപ്പോസ് ചെയ്ത് പറഞ്ഞ് അസൂയപ്പെട്ട് സർവ്വ പെൺകുട്ടികളും കൂടെ അവളെ ഒരുവിധം കളിയാക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇതറിഞ്ഞ് ലിംബുയി അവന്റെ പട്ടാളവുമായിട്ട് ആ റൂമിലേക്ക് കയറി വന്ന് വലിയ ബഹളം തന്നെ ഉണ്ടാക്കുകയാണ്. എനിക്ക് അവളെ അത്രക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അവളെ വിവാഹത്തിന് പ്രപ്പോസ് ചെയ്തത്. അവളെപ്പോലെ നിങ്ങൾ ആരും യോഗ്യയല്ല എന്ന് പറഞ്ഞ് എല്ലാ പെൺകുട്ടികളെയും മാനം കെടുത്തിക്കൊണ്ട് അവൻ ഷാവ്ഷങ്ങിനെയും കൊണ്ട് അവിടുന്ന് വീട്ടിലേക്ക് പോവുകയാണ്. ഷാവ്ഷൻ പോകുന്ന പോക്കിൽ അവനെ ഒരുപാട് വഴക്ക് പറയും. നിങ്ങളുടെ പവർ ഉപയോഗിച്ച് ബാക്കിയുള്ളവരെ താഴ്ത്തി കെട്ടാം, പക്ഷേ ഭാവിയിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാകുന്നു എന്ന് കരുതി നിങ്ങളുടെ സ്റ്റാറ്റസ് ഉപയോഗിച്ച് ഞാൻ ജീവിക്കുകയില്ല. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്. അതിന്റെ അപ്പുറം ഞാൻ ആരുടെ പേരും ചേർക്കുകയില്ല. അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം എന്നെ വിവാഹം കഴിച്ചാൽ മതി. ലിംബുയി അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമെങ്കിലും അവൾ അത് കേൾക്കില്ല. അവന് ദേഷ്യത്തോടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ്ട് അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി പറയുകയാണ്.